വഇന്നമാ വറസുൽ ഇൽം, ആ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കളിൽ നിന്ന് അവർക്ക് അനന്തരമായി ലഭിക്കാനുള്ളത് അറിവാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, അത് വല്ലവനും സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ലാ റുത്ബത ഫൗഖ റുത്ബതി മൻ തസ്തഖിലുൽ മലായികതു വഗൈറുഹും ബിൽ ഇസ്തിഗ്ഫാർ വദുആഇ ലഹു വതളഉ ലഹു അജ്നിഹതഹാ. മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്നവരെക്കാൾ മത്സ്യങ്ങളും ഉറുമ്പുകളും വലന്മാരുടെ വാചകങ്ങൾ പലതും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ആ കൂട്ടത്തിൽ മൻ അക്രമ ആലിമൻ ഫകഅന്നമാ അക്രമ 70 നബിയ്യൻ, ഒരു പണ്ഡിതനെ ബഹുമാനിച്ചവൻ 70 നബിമാരെ ബഹുമാനിച്ചവനെ പോലെയാണ്, 70 ശുഹദാക്കളെ ബഹുമാനിച്ചവനെ പോലെയാണ്. ഇൽമിനെയും ആലിമീങ്ങളെയും സ്നേഹിക്കുന്നവരുടെ പാപം പുറത്തു പോകുന്നതാണ്. ഖിയാമത്ത് നാളിൽ അമ്പിയാക്കളും ആലിമീങ്ങളും ശുഹദാക്കളും അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഒരു ആലിമിനെ ബഹുമാനിച്ചവൻ അള്ളാഹുവിനെ ബഹുമാനിച്ചവനാണ്. ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം, കഫാ ബിൽ ഇൽമി ശറഫൻ മൻ യദ്ഇയഹു മൻ ലാ യുഹ്സിനുഹു വയഫ്റഹ ബി. അറിവിന്റെ ബഹുമാനം കൂടുതൽ പറയേണ്ടതുണ്ടോ? കാരണം അറിവില്ലാത്തവനും അറിവുണ്ട് എന്നല്ലേ നടിക്കുന്നത്, അറിവില്ലാത്തവനും അറിവുണ്ട് എന്ന് പറഞ്ഞല്ലേ അഭിമാനിക്കുന്നത്. ഒരാൾക്ക് അറിവില്ലെങ്കിൽ തന്നെ എനിക്കറിയില്ല എന്ന് പറയാൻ മടിക്കുകയല്ലേ മനുഷ്യൻ ചെയ്യുന്നത്. അറിവിന്റെ സ്വഭാവം അങ്ങനെയല്ലേ. ഒരു വിവരമില്ലാത്ത ഒരാളെ ജാഹിലേ എന്ന് വിളിച്ചാൽ ഉടനെ പിടിക്കൂലേ വെറുപ്പ്? വിവരമില്ലാത്തവനെ എന്ന് വിളിച്ചാൽ ദേഷ്യം പിടിക്കൂലേ? അപ്പൊ വിവരമില്ലാതിരിക്കുക എന്നതൊരു ന്യൂനതയാണെന്നും വിവരമുണ്ടാവുക എന്നത് മഹത്വമാണെന്നും അറിയാത്തവരാരാ? എത്ര പണമുണ്ടായിരുന്നാലും കൊടുത്താൽ അത് തീർന്നു പോകൂലേ? വിവരമുള്ളവന്റെ വിവരം വിതരണം ചെയ്താൽ ഒരൽപ്പം കുറയുമോ? പണമുള്ളവൻ അത് സൂക്ഷിക്കാൻ വേണ്ടി പെട്ടിയും റൂമും ലോക്കറും നോക്കി നടക്കണ്ടേ? വിവരമുള്ളവന് വിവരം സൂക്ഷിക്കാൻ പ്രത്യേക ലോക്കർ വേണോ, പെട്ടി വേണോ, ഇരുമ്പ് പെട്ടി വേണോ? വിവരമുള്ളവൻ ആ വിവരം വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർദ്ധിക്കുകയല്ലേ? ആരെങ്കിലും അവനവന്റെ വിവരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു നായയെ കാവലിൽ നിർത്തിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വാച്ച്മേനെ നിർത്തിയതായി കണ്ടിട്ടുണ്ടോ? അതേസമയത്ത് സ്വർണ്ണക്കടയുടെ മുൻഭാഗത്ത് വാച്ച്മേനെ നിർത്തേണ്ടി വന്നില്ലേ? മുതലാളിയുടെ വീട്ടിൽ നായയെ പോറ്റേണ്ടി വന്നില്ലേ? വിവരമുള്ളവൻ അവന്റെ വിവരം സംരക്ഷിക്കാൻ വേണ്ടി വേറെ ഒരാളെ നോക്കേണ്ടി വന്നു. സുഹൃത്തുക്കളെ, വിവരം എന്നത്, അറിവ് എന്നത് പറഞ്ഞാൽ തീരാത്ത ബഹുമാനമുള്ള സംഗതിയാണ്. ആ വിവരം അൽ ഉലമാഉ ഫിൽ അർദി മിസ്ലുൻ നുജൂം, പണ്ഡിതന്മാർ നക്ഷത്ര തുല്യരാണ്. നക്ഷത്രം ഉദിച്ചാൽ ആർക്കും നക്ഷത്രം നോക്കി ദിക്ക് മനസ്സിലാക്കി ഒരു സ്ഥലത്തെത്താൻ കഴിയും. ആ നക്ഷത്രം ഇല്ലാതെയായാൽ എങ്ങോട്ടാണ് ദിക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോവും. പഴയ കാലത്ത് അങ്ങനെയല്ലേ. അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാചകമാണ്. ഇങ്ങനെ കുറെ മഹാന്മാരുടെ വാചകങ്ങൾ എടുത്തുദ്ധരിച്ചതിന് ശേഷം ഒരു അധ്യായം അറിവ് പഠിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന സഹാബത്തിന്റെ വാചകം വരെ എടുത്തുദ്ധരിച്ചതിന് ശേഷം മഹാനായ ഇമാം ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് ലഹറ ബിമാ ദകർനാഹു, നമ്മൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് വ്യക്തമായി അന്നൽ ഇസ്തിഖാല ബിൽ ഇൽം ലില്ലാഹി അഫ്ളലു മിൻ നവാഫിലിൽ ഇബാദാത്ത്. അല്ലാഹുവിന്റെ പൊരുത്തം കരുതി അറിവ് നേടുക എന്നത്
അറിവ് നേടാൻ വേണ്ടി അധ്വാനിക്കുക എന്നത്, ജോലിയാവുക എന്നത് മിൻ സലാത്തിൻ വസിയാമിൻ വതസ്ബീഹിൻ വദുആഇൻ വനഹ്വി ദാലിക്, സുന്നത്ത് നിസ്കാരത്തെക്കാൾ, സുന്നത്തായ തസ്ബീഹിനേക്കാൾ, സുന്നത്തായ പ്രാർത്ഥനയേക്കാൾ, എല്ലാ കർമ്മങ്ങളെക്കാളും ബഹുമാനമുള്ളതാണ് ഇൽമു നേടാൻ വേണ്ടി ജോലിയാവുക എന്നത്. എന്തേ കാരണം? لأن نفع العلم يعم صاحبه والناس. അറിവിന്റെ ഉപകാരം അവനവന് ലഭ്യമാകുന്നതിന്റെ പുറമെ മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാവുകയാണ്. മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു വലിയ പണ്ഡിതന്മാരിൽ നിന്ന് കിതാബോധി പഠിച്ച് വലിയ ആലിമായി. ആ ആലിമായത് കൊണ്ടുള്ള ഗുണം ശംസുൽ ഉലമ ഖുതുബി തങ്ങൾക്ക് മാത്രം അല്ല, മറിച്ച് ആ ഇൽമ് ലോകത്ത് വിതരണം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, മർഹൂം ഇ കെ ഉസ്താദ് അവറുകൾ, മർഹൂം കിയന ഉസ്താദ് അവറുകൾ, കാങ്ങാട്ട് ഉസ്താദ് അവറുകൾ, സദഖത്തുൽ മുസ്ലിയാർ അവറുകൾ തുടങ്ങിയ കേരളത്തിലെ പ്രഗത്ഭരായ പ്രശസ്തരായ വലിയ വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്കെല്ലാം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകളിൽ നിന്ന് ഇൽമു ലഭിച്ചു. അവർ അവരുടെ ശിഷ്യന്മാർക്ക് അത് പകർന്നു കൊടുത്തു. അവരുടെ ശിഷ്യന്മാർ അത് അവരുടെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു. വിനീതനായ ഞാൻ ചുക്ലിയിലും പരിസരങ്ങളിലും എപ്പോഴും വരികയും പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഓ ഖാലിദ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തെ അള്ളാഹു സുഹദാക്കളിൽ പെടുത്തട്ടെ. അപകടത്തിൽ മരിച്ചുപോയവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. ഓ ഖാലിദ് സാഹിബും ഞാനും SSFന്റെ പ്രവർത്തനങ്ങളുമായി ഇവിടെ ഓടി നടക്കുന്ന കാലം, അന്ന് ഞാൻ ഓതിപ്പടിച്ചുകൊണ്ടിരുന്നത് പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലാണ്. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലെ അന്നത്തെ ഉസ്താദ് മഹാനായ ആർ അബ്ദുൽ ഖാദർ ഉസ്താദ് അവറുകൾ നൂഞ്ഞേരി, അള്ളാഹു അവിടുത്തെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദ് അവറുകളുടെ ആണ്ടിന്റെ സമയമാണ്, ദുൽഖഅദ മാസം. ഉസ്താദ് അവറുകളുടെ ഗുരുവര്യനാണ് നാദാപുരത്ത് കുറെ കാലം ദർസ് നടത്തിയിരുന്ന മർഹൂം കിയന ഉസ്താദ്, അള്ളാഹു തആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഞാൻ ഇന്ന് കിയന ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. കാങ്ങാട് ഉസ്താദിന്റെ ഖബർ സിയാറത്തിന് കാങ്ങാട്ട് കുഞ്ഞബ്ദുൽ മുസ്ലിയാർ പൂക്കോത്ത് ഒരുപാട് കാലം ദർസ് നടത്തിയ വലിയ ഒരു ആലിമാണ്. ആ രണ്ട് പണ്ഡിതന്മാരുടെയും ഖബർ ഇന്ന് ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ എല്ലാം ഗുരുവര്യരാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഇന്ന് കേരളത്തിൽ കാണുന്ന എന്നെപ്പോലുള്ള ഏത് മുതഅല്ലിമിന്റെയും നമ്മുടെ ഗുരുവര്യന്മാരെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകും. ഉസ്താദ് അവറുകളുടെ ഉസ്താദാണ് മർഹൂം ഓക്കെ ഉസ്താദ്. ഓക്കെ ഉസ്താദ് അവറുകളുടെ ഗുരുവര്യനാണ് സദഖത്തുൽ മുസ്ലിയാർ. സദഖത്തുൽ മുസ്ലിയാരുടെ ഗുരുവര്യരാണ് മർഹൂം ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹു തആല അവരുടെ എല്ലാം ദർജകൾ വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ ആലിമീങ്ങൾക്ക് ഇൽമുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അറിവ്, ആ അറിവ് അദ്ദേഹത്തിന് മാത്രം ഉപകരിക്കുന്നതല്ല. ഒരാള് നേരം വെളുത്ത് വൈകുന്നേരമായി രാത്രിയായി ഉറങ്ങുന്നവരെ തസ്ബീഹ് ചൊല്ലി, ഉറങ്ങുന്നവരെ ഖുർആൻ ഓതി, ഉറങ്ങുന്നവരെ ദിക്ർ ചൊല്ലി, ഉറങ്ങുന്നവരെ സുന്നത്ത് നിസ്കരിച്ച്, പകല് സുന്നത്ത് നോമ്പ് എടുത്ത്, കുറെ ഹജ്ജ് ചെയ്ത്, കുറെ ഉംറ ചെയ്ത്, അങ്ങനെ പല കാര്യവും ചെയ്ത്, അത് അയാൾക്ക് മാത്രമല്ലേ അതിന്റെ കാര്യം കിട്ടുള്ളൂ. അയാൾ ചെയ്ത് ഹജ്ജ് അയാൾ, അയാൾ ചെയ്ത് നോമ്പ് അയാൾ, അയാളെ നിസ്കാരം അയാൾ, അയാളെ തസ്ബീഹ് അയാൾ, അയാളെ ദിക്ർ അയാൾ, വേറെ ആർക്ക് എന്ത് കിട്ടി? ഇവിടെയാണ് ആലിമിന്റെ ബഹുമാനം. ആലിമിന്റെ ഇൽമ്, അദ്ദേഹത്തിന് ലഭിച്ച ഇൽമു കൊണ്ട് അദ്ദേഹത്തിന് ഉപകരിക്കുന്നതിന്റെ പുറമെ അന്ന നഫഅൽ ഇൽമി യഉമ്മു സാഹിബഹു വന്നാസ്, ആലിമിന് ഇൽമു ഉണ്ട് എന്ന സ്ഥാനം
അത് മറ്റുള്ളവർക്കെല്ലാം അതിന്റെ ഉപകാരം. കുതുബിത്തങ്ങളെ ഇൽമ കൊണ്ട് ഉപകരിക്കുന്നവരല്ലേ കേരളത്തിലുള്ള ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങൾ? കാരണം നമ്മളൊക്കെ മദ്രസകളിൽ പഠിക്കുന്നു, ദർസുകളിൽ പഠിക്കുന്നു. ആ മദ്രസയിലുള്ള ഇൽമ എഴുതി വെച്ച, മദ്രസയിലെ പുസ്തകം എഴുതിയ, അല്ലെ മദ്രസ നടത്തുന്ന, അല്ലെ മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ നോക്കിയാൽ കുർത്തുബിത്തങ്ങളുടെ ശിഷ്യന്മാരായിരിക്കും ഒട്ടുമുക്കാലും. അപ്പൊ ലോകത്ത് എല്ലാവർക്കും ഒരു ആലിമിന്റെ ഇൽമ കൊണ്ട് അയാൾക്ക് മാത്രമല്ല ഉപകാരം, ധാരാളം ആളുകൾക്ക് അതിന്റെ ഉപകാരം ലഭ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇബാദത്തിനേക്കാളും ബഹുമാനമുള്ളത് ഇൽമിനാണ്. ആലിമിന്റെ ബഹുമാനം നേരം വെളുത്ത് രാത്രിയാകുന്നത് വരെ ഏത് സ്ഥലത്തും, അത് മസ്ജിദുൽ ഹറാമിൽ പോയിരുന്നാലും ശരി, ഇനി അല്ല ഒരാൾക്ക് വിജനമായ സ്ഥലം കിട്ടണം എന്ന നിലക്ക് ഒരു കാട്ടിൽ പോയിരുന്നാലും ശരി, എവിടെ പോയിരുന്നാലും ശരി, ഇബാദത്തിൽ മുഴുകിയ ഒരു മനുഷ്യനേക്കാൾ എത്രയോ ബഹുമാനം ആലിമിനാണ് എന്ന് ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു പറയാൻ. വന്നവാഫിലുൽ ബദനിയ്യതു മഖ്സൂറത്തുൻ അലാ സാഹിബിഹാ. ശാരീരികമായി അവനവൻ ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ അയാൾക്കുള്ളതാണ്. മറ്റൊന്ന് വലി അന്നൽ ഇൽമ മുസഹിഹുൻ ലിഗൈരിഹി മിനൽ ഇബാദാത്ത്. അറിവ് എന്ന് പറയുന്നത് ഇബാദത്തിനെ ശരിയാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ശംസുൽ ഉലമാ ഖുത്ബി തങ്ങളുടെ ആണ്ട് നടക്കുന്ന സമയത്തിൽ ഇവിടെ ഒരു ദിവസം ഇതിന്റെ സമീപത്തൊരു സ്ഥലത്ത് ഒരു നിക്കാഹിന് വന്നു. അപ്പൊ ഇവിടെ ആണ്ട് നടക്കുന്നു എന്ന് കേട്ടപ്പോ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് ബർക്കത്തെടുത്ത് പോകാമെന്ന് മനസ്സിലാക്കി ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് പങ്കെടുത്തു. അപ്പൊ ഈ പള്ളിയുടെ പുറത്ത് ഇങ്ങനെ ഷീറ്റ് ഉണ്ടാക്കിയ സ്ഥലം, ആ സ്ഥലത്ത് വെച്ച് പലരും നിസ്കരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അതിന്റെ മുൻവശത്ത് ഒരു ഡോറുണ്ട്. ആ ഡോറിന്റെ സമീപത്ത് ഒരാൾക്കോ രണ്ടാൾക്കോ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യവും അവിടെ ഉണ്ട്. അവിടെ ആദ്യം ആള് നിൽക്കണം, പോരാ. അവിടെ നിന്ന് ആള് തക്ബീർ ചൊല്ലിയതിന് ശേഷം മാത്രമേ ബേക്കിലുള്ളവർ തക്ബീർ ചൊല്ലാൻ പാടുള്ളൂ. ഇമാമ് തക്ബീർ ഇല്ല മാത്രം പോരാ, ഇവിടെ നിന്ന് ആളും കൂടി തക്ബീർ ചൊല്ലിയാലേ ബേക്കിലുള്ളവർക്ക് തക്ബീർ ചൊല്ലാൻ പാടുള്ളൂ. കാരണം പള്ളിയും പള്ളിയുടെ പുറത്തുമാകുമ്പോൾ തുടർച്ച ശരിയാകാൻ അതൊരാവശ്യമായ കാര്യമാണ്. ഇത് ഞാൻ അന്ന് നിസ്കരിക്കാൻ വേണ്ടി എന്റെ കൂടെ നിന്ന ഒരാളോട് ഉണർത്തുകയും അദ്ദേഹത്തെ ഞാൻ മുന്നിൽ കൊണ്ടുപോയി നിർത്തിക്കുകയും ചെയ്തു. ഞാനിത് പറഞ്ഞു വന്നത്, അറിവ് എന്ന് പറയുന്നത് മുസഹിഹുൻ ലിൽ ഇബാദാത്ത്, ഇബാദത്തിനെ ശരിയാക്കിയെടുക്കുന്നത് അറിവാണ്. അറിവില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം അബദ്ധത്തിൽ പോയി ചാടും. അപ്പൊ അറിവിന് വലിയ ബഹുമാനമാണ്. അറിവില്ലാതെ ഒരു കർമ്മവും നടത്താൻ കഴിയില്ല. നേരെ മറിച്ച് അറിവ് നേടാൻ പ്രത്യേക കർമ്മം വേണമെന്നില്ല, അതിന് അധ്വാനിച്ചാൽ മതി. വലി അന്ന അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. വലൈസ ദാലിക ലിൽ മുതഅബ്ബിദീൻ, ധാരാളം ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്നു, ആലിമല്ല, സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് അംബിയാക്കൾ അനന്തരക്കാരൻ എന്ന സ്ഥാനം ഇല്ല. അദ്ദേഹത്തിന് ഇബാദത്തെടുത്ത മഹത്വമുണ്ട്. അതുകൊണ്ട് ഇബാദത്ത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഇബാദത്തെടുത്ത മഹത്വം ഇബാദത്തെടുക്കാത്തവരെക്കാൾ കൂടുതൽ പുണ്യം ചെയ്യാത്തവരെക്കാൾ പുണ്യം ചെയ്യുന്നവർക്ക് ഗുണമുണ്ട്, മഹത്വമുണ്ട്. പക്ഷേ ആലിമിന്റെ സ്ഥാനത്ത് ഒരു പുണ്യകർമ്മം കൊണ്ടും എത്തിച്ചേരാൻ കഴിയില്ല. വലിഅന്ന ത്വാഅത്തുൽ ആലിമി വാജിബത്തുൻ അലാ ഗൈരിഹി ഫീഹി, ആലിമിന്റെ നിർദ്ദേശം സ്വീകരിക്കൽ ഏത് ഇബാദത്തെടുക്കുന്നവനും ആവശ്യമാണ്. വലിഅന്നൽ ഇൽമ യബ്ഖാ അസറുഹു ബഅദ മൗതി സാഹിബിഹി, ഇബാദത്തെടുക്കുന്നവൻ അയാളുടെ മരണത്തോടുകൂടെ അയാളുടെ ഇബാദത്ത് തീർന്നു. ഒരു പണ്ഡിതന്റെ അറിവ് മരിച്ചാലും തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഖുതുബി തങ്ങൾ വഫാത്തായിട്ട് കാലം എത്രയായി, പക്ഷെ അവിടുത്തെ ഇൽമ് ഇപ്പോഴും ഇങ്ങനെ തുടർന്ന് ലോകത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വലിഅന്ന ഫീ ബഖാഇൽ ഇൽമി ഇഹ്യാ അശ്ശരീഅത്തി വഹിഫ്ള മആലിമിൽ മില്ലാഹ്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അറിവ്, ആ അറിവ് അതിന്റെ നിലനിൽപ്പ് കൊണ്ടാണ് ഇസ്ലാം ദീനിന്റെ സജീവത. അറിവില്ലെങ്കിൽ പിന്നെ ഇസ്ലാമിന് ജീവൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക മില്ലത്തിന്റെ ചിഹ്നങ്ങൾ
ഉയർത്തിപ്പിടിക്കുന്നതും സൂക്ഷിക്കുന്നതും പണ്ഡിതന്മാരാ. ആ പണ്ഡിതന്മാരെ ആദരിക്കണം, സ്നേഹിക്കണം. പണ്ഡിതന്മാരോടുള്ള ആദരവ് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അദ്ദീനു അന്നസീഹ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അർഹതപ്പെട്ട സ്ഥാനം അർഹതപ്പെട്ടവർ വകവെച്ചു കൊടുക്കലാണ്. ഗുണകാംക്ഷം. അതെങ്ങനെ? ഖാലൂ ലിമൻ, ആർക്ക് വകവെച്ചു കൊടുക്കണം എന്ന് സഹാബത്ത് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹ്, അല്ലാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം അല്ലാഹ്ക്ക് വകവെച്ചു കൊടുക്കണം. അല്ലാഹു തആല മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. ലോകത്ത് ആദരിക്കപ്പെടാൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വസ്തുക്കളുണ്ട്. ആദരിക്കപ്പെടാൻ, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന് ആ സ്ഥാനം വകവെച്ചു കൊടുക്കണം. മോനെ, എല്ലാവരും അപ്പുറപ്പുറമൊക്കെ തിരിഞ്ഞു നോക്കുക. ആരെങ്കിലും ഉറക്കുവെക്കുന്നവരുണ്ടെങ്കിൽ മെല്ലെ ചൊട്ടി പിടിക്കുക. കാരണം ഉറങ്ങാൻ വേണ്ടി ഒരാൾ സദസ്സിൽ വരില്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവാണ്. ഉറക്കുന്നതിനെ ക്ഷണിക്കാതെ വരുന്നൊരു ചങ്ങാരിയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ സ്ഥാനം വേറെ ഒന്നിനും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം, അതാണ് തൗഹീദ്. അള്ളാഹുവിന് ഒരു പോയിന്റിലും തുല്യനായി ഒരാളും ഇല്ല. ഖിയാമുഹു ബിന്നഫ്സി വഹ്ദാനിയ്യ മുനസ്സഹുൻ ഔസാഫുഹു സനിയ്യ. നേരത്തെ ഇവിടെ മിസ്ബാഹ് ഉസ്താദ് സ്വാഗതം പറഞ്ഞു അല്ലേ? സ്വാഗതല്ലേ പറഞ്ഞു? സ്വാഗതം പറഞ്ഞപ്പോ ബിദ്അത്തുകാര് നമ്മുടെ നാട്ടിൽ, കുതുബിത്തങ്ങളുടെ നാട്ടിൽ വളരാൻ പാടില്ല എന്ന്. ആർക്കാ മോനെ ബിദ്അത്തുകാർ എന്ന് പറയാം? ബിദ്അഇകൾ എന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങളുടെ ഭാഷയിൽ പറഞ്ഞതാ. അത് ഈ കുട്ടിക്ക് മനസ്സിലായതെന്ന് എനിക്കറിയില്ല. ആർക്കാ മോനെ ബിദ്അഇകൾ എന്ന് പറയാം? ബിദ്അഇകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുത്തനാശയക്കാരിൽ നിന്നാണ്. പുത്തൻ ആശയം കൊണ്ടുവരുന്നവർ എന്ന് പറഞ്ഞാൽ നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മുൻകഴിഞ്ഞ ഇമാമിയങ്ങളും പഠിപ്പിക്കാത്ത പുതിയ ആശയം കൊണ്ടുവരുന്നവർ. ഇസ്ലാം മതത്തിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഡോക്ടർമാർക്ക് പുതിയ ചികിത്സ കണ്ടെത്തുന്നതിന് ഒരു വിരോധമില്ല. വൈദ്യന്മാർക്ക് പുതിയ ഗുളികയും മരുന്നും കണ്ടെത്തുന്നതിന് ഒരു കുഴപ്പമില്ല. എഞ്ചിനീയർമാർക്ക് പുതിയ മണല് കണ്ടെത്തുന്നതിന് ഒരു കുഴപ്പമില്ല. മണല് കിട്ടുന്നില്ല, പിന്നെന്താ ചെയ്യാം? പക്ഷെ ഇസ്ലാം ദീനിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അതിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ദീൻ പൂർത്തീകരിച്ചു എന്ന് അല്ലാഹു തആല ഖുർആൻ ഇറക്കി പഠിപ്പിച്ചതാണ്. ആ ദീനിൽ ഇല്ലാത്തതൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതിലുള്ള ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത പുത്തൻ ആശയം കൊണ്ടുവരിക, അതിന്റെ ഫലം എന്താണ്? അതിന്റെ ഫലം മുസ്ലിമീങ്ങൾ ഭിന്നിക്കലാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇറാഖിന്റെ കഥ എന്താണ്? അഫ്ഗാനിസ്ഥാനിന്റെ കഥ എന്താണ്? യമനിന്റെയും ഈജിപ്തിന്റെയും സംഭവങ്ങൾ എന്താണ്? ലെബനാനിന്റെ ചരിത്രം എന്താണ്? ലോകത്ത് ഏത് സ്ഥലവും മുസ്ലിം രാഷ്ട്രങ്ങൾ നോക്കിയാൽ അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഈ കഴിഞ്ഞ റമദാനിൽ ഞാൻ UAE-യിലുള്ളപ്പോൾ കേൾക്കുകയാണ്, കുവൈത്തിൽ ഒരു പള്ളിയിൽ ജുമാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്ഫോടനമുണ്ടായി. ജുമാ നിസ്കരിക്കുന്നവർ മരണപ്പെട്ടു. പള്ളിയിൽ കയറി നിർഭയമായി നിസ്കരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഇസ്ലാമിക രാഷ്ട്രവും മുസ്ലിം രാഷ്ട്രവുമായ രാജ്യങ്ങളിൽ തന്നെ സംഭവിക്കുന്ന ഒരു ചുറ്റുപാടിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? മുസ്ലിംകൾക്കിടയിലുള്ള ഭിന്നതയല്ലേ അതിന്റെ കാരണം? ഈ ഭിന്നത ആരാണ് ഉണ്ടാക്കിയത്? പൂർവകാലത്തുള്ള മുസ്ലിമീങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ച വിഷയങ്ങളെ, മുസ്ലിം പണ്ഡിതന്മാർ ഒന്നിച്ച് പഠിപ്പിച്ച ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അവനവന്റെ വകയിൽ മതമുണ്ടാക്കിയപ്പോൾ മുസ്ലിംകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പിന്റെ കയ്പ് നീര് കുടിച്ചുകൊണ്ടല്ലേ
ഈ ഉമ്മത്ത് സർവരാഷ്ട്രങ്ങളിലും ഇന്ന് പ്രയാസപ്പെടുന്നത്. ആ ഭിന്നിപ്പിന്റെ കയ്പ് നീര് കുത്തുബിത്തങ്ങളുടെ നാട്ടിൽ വേണോ, നമ്മുടെ ഈ കേരളത്തിൽ വേണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടാൽ പൂർവകാല മുസ്ലിമീങ്ങൾ എന്താണോ വിശ്വസിച്ചത്, അവരെന്താണോ പ്രചരിപ്പിച്ചത്, അവരെന്താണോ കാണിച്ചു തന്നത്, അത് ഫോളോ ചെയ്ത് ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെച്ചു കൊടുക്കണം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതേ സമയത്ത് അള്ളാഹു ആദരിച്ചതിനെയൊക്കെ ആദരിക്കണം. ഹജറുൽ അസ്വദ് എന്ന കല്ല് അതൊരു കല്ലാണ്, പക്ഷേ സാധാരണ കല്ലല്ല. അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ആ കല്ല് ചുംബിക്കലും കല്ലിനെ തൊട്ട് മണക്കലും കല്ലിനെ ബഹുമാനിക്കലും ഇസ്ലാമാണ്. അത് കേവലം ഒരു കല്ലല്ല. അതുകൊണ്ട് തന്നെ ആ കല്ലിനെ ആരാധിക്കാൻ ഒരു വകുപ്പും ഇല്ല. ആദരിക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അമ്പിയാക്കൾ കേവല സാധാരണ മനുഷ്യർ അല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളും കേവല സാധാരണ മനുഷ്യർ അല്ല. അവർക്ക് അല്ലാഹു മുഅ്ജിസത്ത് എന്ന് പറയുന്ന പ്രത്യേകത അമ്പിയാക്കൾക്കും കറാമത്ത് എന്ന് പറയുന്ന പ്രത്യേകത ഔലിയാക്കൾക്കും നൽകിയിട്ടുണ്ട്. അവരെ അതിൻ്റെ പേരിലും മറ്റു നിലക്കും ആദരിക്കപ്പെടേണ്ടവരാണ്, അവർ അവഗണിക്കപ്പെടേണ്ടവരല്ല. മഹാന്മാരായ ഇമാമിങ്ങൾക്ക് ഖുർആനിന്റെ നിയമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ഇമാമിങ്ങളാണ് പരിപൂർണ പണ്ഡിതന്മാർ. ആ കഴിവ് മറ്റുള്ളവർക്ക് അല്ലാഹു നൽകിയിട്ടില്ല. അത് ഞാൻ എൻ്റെ വകയിൽ പറഞ്ഞതല്ല, ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വമാ യഖ്ലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ പറയുന്ന മോഡലുകൾ പരിപൂർണ പണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ആ ഇമാമിങ്ങളെ പിന്തുടർന്ന് ജീവിക്കുമ്പോഴേ ഖുർആൻ പിന്തുടർന്ന് ജീവിക്കലാവും. ഇമാമിങ്ങളെ തള്ളിയാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാമായിരിക്കും, കുറെ കാലം JCB കൊണ്ട് തെരഞ്ഞു നോക്കിയ ഒരു മൗലവിയുണ്ടായി. അദ്ദേഹത്തെ കുറെ കാലം തെരഞ്ഞ് പിന്നീട് അദ്ദേഹത്തെ കിട്ടാതെ പോയി. അദ്ദേഹം ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ നമുക്കതറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മൗലവിക്ക് പറ്റിയ തകരാറെന്തായിരുന്നു? അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി. അദ്ദേഹം എന്തായിരുന്നു വാദിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ വാദം ഈ 5 നേരത്തെ നിസ്കാരം മുൻഗാമികൾ ഉണ്ടാക്കിയ ഒരു പുത്തൻ ആചാരമാണ്. നിസ്കാരം ആകെ 3 എണ്ണം, അസറും ഇശാവും. സുബഹി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഉദിച്ചിട്ടാണ് നല്ലത്. ളുഹുറും മഗ്രിബും നിസ്കരിച്ചാൽ നരകത്തിൽ കടക്കുമെന്ന് ഖുർആനിലുണ്ട്. അങ്ങനെയല്ലേ അദ്ദേഹം വാദിച്ചത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തേ അദ്ദേഹത്തിന് പിഴവ് വരാൻ കാരണം? അദ്ദേഹം ഇമാമിങ്ങളെ വിട്ടു, മുൻഗാമികളെ വിട്ടു, സ്വന്തമായി ഖുർആൻ പരിശോധിക്കാനാണ്. അദ്ദേഹം പിഴച്ചുപോയി. അദ്ദേഹത്തെ പിന്തുടർന്നവർ ഇസ്ലാമെന്ന് പുറത്തുപോയി, അദ്ദേഹവും ഇസ്ലാമെന്ന് പുറത്തുപോയി. കാരണം ഒരു റക്അത്ത് നിസ്കാരം നിഷേധിച്ചാൽ തന്നെ ഇസ്ലാമെന്ന് പുറത്തുപോകും. അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇതുപോലെ നേരത്തെ നിങ്ങൾ കേട്ടില്ല, സ്വാഗത പ്രസംഗത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഖുതുബി തങ്ങളുടെ ആണ്ട് കഴിഞ്ഞ് ഭക്ഷണവും വാങ്ങി മോമിനിങ്ങൾ പോവുകയാണ്, വലിയ സന്തോഷത്തോടെ പോവുക. പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് ഭക്ഷണം കൊടുക്കൽ. യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. സ്വർഗത്തിൽ കടക്കുന്നവരുടെ ലക്ഷണം ഖുർആൻ പറഞ്ഞത് ഭക്ഷണം കൊടുക്കുന്നവർ. ഇനിയോ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ഭക്ഷണം കൊടുക്കാനുള്ള പ്രേരണ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. സഹീഹുൽ ബുഖാരിയിൽ ഞാൻ ഇന്നലെ ഓതിക്കൊടുത്ത ഹദീസ് ഞാൻ ഓർക്കുന്നു. അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമായ കർമ്മം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി തുത്ഇമു ത്വആം, ഭക്ഷണം കൊടുക്കലാണ്. ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമായ ഒരു കാര്യം ഭക്ഷണം കൊടുക്കലാണ്. തുത്ഇമു ത്വആം വതഫ്സു സലാം, നീ പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ
സലാം പറയാം. വെറും പരിചയക്കാർക്ക് മാത്രം സലാം പറയാം, എല്ലാവർക്കും സലാം പറയാം, പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ കക്കൂസിൽ ഇരിക്കുന്നവന് സലാം പറയണമെന്നല്ല, ഭക്ഷണം കഴിക്കുന്നവന് വായിൽ ഭക്ഷണം ഉള്ളപ്പോൾ സലാം പറയണത് അത് വേറെ, നിയമം വേറെ. ഞാൻ പറഞ്ഞത് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയാം. അപ്പോൾ ഏറ്റവും വലിയ പുണ്യകർമ്മമായി പഠിപ്പിച്ച ഭക്ഷണം, ആ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ മരണപ്പെട്ടുപോയ ആളുകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്താണ്, ഒരു മതകർമ്മമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഇസ്ലാം ദീനിന് വലിയ സംഭാവന ചെയ്ത ഒരു സ്ത്രീയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായപ്പോൾ, മരണപ്പെട്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖദീജ ബീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത് രണ്ട് മാർഗം സ്വീകരിച്ചുകൊണ്ട്. ഒന്ന്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് പറയുന്നു, വലാകിൻ കാന യുക്സിറു ദിക്റഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ ബഹുമാനം ധാരാളമായി അനുസ്മരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളും അതിനല്ലേ ഖുതുബി തങ്ങളുടെ പേരിൽ അനുസ്മരണ പരിപാടികളിൽ ചെയ്യുന്നത്. അവിടുത്തെ ബഹുമാനം പറയുന്നു, ബഹുമാനമുള്ളവരുടെ ബഹുമാനം പറയുക, അത് മരിച്ചവരോടുള്ള കടപ്പാട് വീട്ടാൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മാർഗമാണ്. മറ്റൊന്ന്, റുബമാ ദബഹ ശാത്ത ഫയുഖത്തിഉഹാ അഅ്ളാഅൻ സുമ്മ യബ്അഥു ഇലാ സദാഇഖ ഖദീജ. ആട്ടിനെ അറുത്ത് ഖദീജ ബീവിയെ സ്നേഹിക്കുന്ന സ്നേഹിതകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിന്റെ മാംസം വിതരണം ചെയ്യാറുണ്ട്. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിനെ വിതരണം ചെയ്യാതെ ആട്ടിന്റെ മാംസം വിതരണം ചെയ്തത്? ആട് ഭക്ഷണമല്ല, ശരിക്കും മനസ്സിലാക്കി വെക്കണം, കുട്ടികൾക്കൊന്നും പേച്ചുകൊണ്ട, ഓർക്കും തൂക്കണ്ട. ആട് ഭക്ഷണമല്ല. ആട് ഭക്ഷണമായിരുന്നുവെങ്കിൽ ആക്സിഡന്റ് ആയിട്ട് ഒരാട്ടിന്റെ കാല് മുറിഞ്ഞു തെറിച്ചു പോയാൽ അത് കൊണ്ടുപോയി പൊരിച്ച് നമുക്ക് തിന്നാൻ പറ്റുമായിരുന്നു. ആട് ഭക്ഷണമല്ല. ഇനി ആക്സിഡന്റ് ആണോ എന്നില്ല, നമ്മൾ തന്നെ കാല് വെട്ടി കെട്ടെടുത്താൽ നമുക്ക് തിന്നാൻ പറ്റൂല. എന്തേ? ആട് ഭക്ഷണമല്ല. ആട് ഭക്ഷണമാകുന്നത് എപ്പോഴാണ്? ആട്ടിനെ അറുത്താലാണ്. അറുത്താലേ ഭക്ഷണമാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഉദ്ഹിയ്യത്തിന് ഒരു പോത്തിനെ വാങ്ങിയിട്ട് ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഉദ്ഹിയ്യത്താവൂല, അറുത്തിട്ട് കൊടുക്കണം. അറുത്താലേ ഭക്ഷണമാവും. അറുത്താൽ അത് ഭക്ഷ്യവസ്തുവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആണ്ടിലൊരിക്കൽ അനുസ്മരിച്ചുകൊണ്ട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അനുസ്മരിച്ചുകൊണ്ട് സമൂഹത്തിന് 4 ദിവസം ഭക്ഷ്യവസ്തു വിതരണം ചെയ്യാൻ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അതാണ് ഉദ്ഹിയ്യത്ത്. അതുകൊണ്ടാണ് ജീവനോടെ പോത്തിനെയോ ആട്ടിനെയോ കൊടുത്താൽ ഉദ്ഹിയ്യത്താവില്ല. കാരണം അത് ഭക്ഷണമല്ല, അറുത്തിട്ട് കൊടുക്കണം, എന്നാലേ ഉദ്ഹിയ്യത്താവൂ. അറുക്കാതെ കൊടുത്താൽ അത് ഉദ്ഹിയ്യത്തല്ല. ഇരിക്കട്ടെ, അപ്പൊ ഭക്ഷ്യവസ്തു കൊടുക്കുക എന്നത്, ഭക്ഷണം കൊടുക്കുക എന്നത് അത് വലിയ പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ പറയുന്നു, ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ള കർമ്മമാണ് ഭക്ഷണം കൊടുക്കുക. അത് മരണപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് കൊടുക്കുക എന്നത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഉദ്ഹിയ്യത്ത്. മറ്റൊന്നാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആട്ടിനെ അറുത്ത് മാംസം നിബിധങ്ങൾ വിതരണം ചെയ്തു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യാൻ. ഇക്കാരണത്താൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിൽ, ഞാൻ എൻ്റെ വകയിൽ പറയുകയാണ്, തെറ്റിദ്ധരിക്കരുത്, ഇമാമിങ്ങൾ പറയാത്ത ഒന്നും പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ കുബ്രയിൽ 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബികൾ ഭക്ഷണം കൊടുത്തിരുന്നു എന്ന ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട്, മരിച്ച മയ്യത്തിന്റെ പേരിൽ മരിച്ച അന്ന് മുതൽ 7 ദിവസം സഹാബികൾ ഭക്ഷണം കൊടുത്തിരുന്നു. അത് ഖബറിലുള്ള പരീക്ഷണത്തിൽ നിന്ന് മയ്യത്തിന് രക്ഷ കിട്ടാൻ കൂടുതൽ ഉപകാരപ്രദമാണ് എന്ന് പറയുന്ന താവൂസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു ചർച്ച ഇടുകയാണ്. ആ ചർച്ചയിൽ മഹാനവറുകൾ പറയുന്നു, 7 ദിവസം തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നില്ലല്ലോ, 7 ദിവസം ഭക്ഷണം കൊടുത്തല്ലോ സഹാബത്ത്, എന്തേ കാരണം? തെൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ തന്നെ ഒരു പരിപാടി ഉണ്ട് ഖബറിന്റെ അടുക്കൽ. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ദക്കിറു ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഈമാനുള്ളവർക്ക് ഉപകരിക്കും. ഏറ്റവും കൂടുതൽ മറന്നുപോകാൻ സാധ്യതയുള്ള സമയമാണ് ഖബറിലെത്തുന്ന സമയവും മരിക്കുന്ന സമയവും. അതുകൊണ്ടാണ് എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും മരണം ആസന്നമായവന്റെ സമീപത്ത് പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത്. കാരണം മരണസമയം മറതി വരാൻ സാധ്യതയുള്ള സമയമാണ്.
വീട്ടിൽ നിന്ന് യാത്ര ഇറങ്ങുന്ന ആളുകൾക്കറിയില്ലേ, വീട്ടിൽ നിന്ന് ബേജാറോടെ യാത്ര ഇറങ്ങി പോകുമ്പോൾ മറന്നുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കാറിൽ കയറിയാൽ കൂടെ ഉള്ളവർ ചോദിക്കലെന്നെ പാസ്പോർട്ട് എടുത്തിനോ ടിക്കറ്റ് എടുത്തിനോ എന്ന് ചോദിക്കുന്നത് കേൾക്കാറില്ലേ നിങ്ങൾ? കാരണം വിട്ടുപിരിയുന്ന സമയത്ത് യാത്ര പറയുമ്പോൾ മറതി വരാൻ കൂടുതൽ സാധ്യതയാണ്. ഇതുപോലെ യാത്ര കഴിഞ്ഞ് റൂമിലെത്തിയാൽ, ഒറ്റക്കൊരു റൂമിലെത്തിയാൽ ബേജാറുള്ള സമയമാണ്, മറതി വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ഖബറിൽ കിടക്കുന്നവർക്ക് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ തൽഖീൻ ചൊല്ലിക്കൊടുക്കുക എന്നൊരു സുന്നത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചിട്ടുണ്ട്. സഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയല്ല. ഇന്നത്തെ പുത്തനാശയക്കാരെ മുഴുവനും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പക്ഷെ ഈ തൽഖീൻ ആ ഒരു സ്ഥലത്ത് ഖബറിന്റെ സമീപത്ത് നിന്ന് ഒറ്റ ദിവസം മാത്രമാണ് ചൊല്ലിക്കൊടുക്കുന്നത്. അത് 7 ദിവസം തുടരുന്നില്ല. എന്തേ 7 ദിവസം സഹാബികൾ ഭക്ഷണം കൊടുക്കാൻ കാരണം? തൽഖീൻ എന്തേ ഒരു നേരം മാത്രമായത്? അതിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, ഭക്ഷണം കൊടുക്കുക എന്ന സുന്നത്ത് ഇനി 2 വലിയ പ്രത്യേകതയുണ്ട്. ഒന്ന്, അത് ഭക്ഷണം കൊടുക്കുന്നതിനാൽ മയ്യത്തിന് ഫലം കിട്ടുന്നു എന്നതിന്റെ പുറമെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടുക എന്ന ഒരു ഉപകാരം കൂടിയുണ്ട്. തൽഖീൻ ചൊല്ലി കൊടുത്താൽ മയ്യത്തിന് ഉപകരിക്കുന്നേ ഉള്ളൂ, നമ്മക്കമ്പകയിൽ ബാറ്റിലേക്കും അതുപോലെ തന്നെ കുടലിലേക്കും ഒന്നും കിട്ടൂല. അപ്പൊ ജനങ്ങൾക്ക് വിശപ്പടങ്ങുക എന്ന ഒരു കാര്യവും കൂടി ഭക്ഷണം കൊടുക്കുന്നതിലുണ്ട്. അതുകൊണ്ട് 7 ദിവസം കൊടുത്താൽ 7 ദിവസവും ജനങ്ങൾക്കും ഉപകാരമുണ്ട്. മറ്റൊന്ന്, ഫഹിയ തുസന്നു ഇജ്മാഅൻ, ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത ഒരു സുന്നത്താണ് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്ന ധർമ്മം. ഒരു പണ്ഡിതനും, 4 മദ്ഹബിലും പെട്ട ഒരു പണ്ഡിതനും, ലോകത്തുള്ള ഒരു ഇമാമിനും ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത കാര്യമാണ് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകർമ്മമാണ്, സുന്നത്താണ് എന്ന വിഷയം. ഇങ്ങനെ ഒരു തർക്കവുമില്ലാതെ മുസ്ലിം ലോകത്ത് നടന്നു വരുന്ന മരണപ്പെട്ടവരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ഖുതുബിത്തങ്ങളുടെ ആണ്ടിന്റെ സമയത്ത് ഖുതുബിത്തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിർവഹിക്കുകയാണ്. ഈമാൻ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യമുള്ളവന് ഈമാനിന്റെ മാധുര്യം ലഭിക്കും. അതും ഞാൻ ഇന്നലെ കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ഹദീസാണ്, ബുഖാരിയിലെ ഹദീസാണ്. 3 കാര്യമുള്ളവർക്ക് ഈമാനിന്റെ മധുരം ലഭിക്കും. അതിലൊന്ന്, അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആയിരിക്കണം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമത്തത്, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരാളെ അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. നമ്മൾ എന്തിനാ ഖുതുബിത്തങ്ങളെ സ്നേഹിക്കുന്നത്? നമുക്ക് ഖുതുബിത്തങ്ങൾ കട്ടൻ ചായ പോലും വാങ്ങി തന്നിട്ടില്ല. ഖുതുബിത്തങ്ങൾ നമുക്ക് നമ്മളെ മകളെ കല്യാണത്തിന് ഒരു പവന് പോലും വാങ്ങി തന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഖുതുബിത്തങ്ങളെ സ്നേഹിക്കുന്നത്, ബദരീങ്ങളെ സ്നേഹിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖിനെ സ്നേഹിക്കുന്നത്, ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്രി അജ്മീരി തങ്ങളെ സ്നേഹിക്കുന്നത്, കല്ലാപ്പള്ളിയിലും കുഞ്ഞിപ്പള്ളിയിലും ഒക്കെയുള്ള മഹാന്മാരെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് ദീൻ ഇവിടെ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ മാത്രമുള്ള സ്നേഹം ഈമാനിന്റെ മധുരം ലഭിക്കുന്ന കാര്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനിന്റെ മധുരമില്ലാത്തവർക്ക് മഹാന്മാരെ സ്നേഹിക്കാൻ കഴിയില്ല. ഈമാനിന്റെ മധുരം എത്തിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് മഹാന്മാരെ സ്നേഹിക്കാനുള്ള ഭാഗ്യമെന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ. അപ്പൊ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് ഈമാനിന്റെ പര്യായമാണ്. അത് ഇസ്ലാമിന് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ആ ഭക്ഷണം വാങ്ങിപ്പോകുമ്പോ അറിവില്ലാത്തവർക്ക് അല്ലാഹു തആല അറിവ് നൽകട്ടെ. അവർക്ക് പണ്ഡിതന്മാരുമായി ബന്ധപ്പെടാൻ അല്ലാഹു തആല അവസരം നൽകട്ടെ. അവരെ പിഴപ്പിച്ചു കളഞ്ഞ ദുഷിച്ച ചില ആളുകളുണ്ടാകും, അവരെ സിറിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. ഒരു ചെറുപ്പക്കാരൻ ഭക്ഷണം വാങ്ങി പോകുമ്പോ, ആണ്ടിന് ഭക്ഷണം വിതരണം ചെയ്തിട്ട് ആ ഭക്ഷണം വാങ്ങി പോകുമ്പോ ഇതിനേക്കാൾ നല്ലത് കള്ളു കുടിക്കുന്നതാണ് എന്ന് പറഞ്ഞത് മനഃപൂർവമാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, യാതൊരു സംശയമില്ല. ഇസ്ലാമിൽ സുന്നത്തായ ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത, ഒരു ആലിമിനും തർക്കമില്ലാത്ത മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്ന
അതൊരു ആലിമിനെ ആദരിച്ചും ആലിമിന്റെ പേരിലും ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് കള്ളു കുടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹ്. നിങ്ങൾ കള്ളുകുടി കൈയൊഴിക്കണേ, അത് ശൈത്താനിന്റെ മാലിന്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സംശയത്തിനിടമില്ലാത്ത വിധം ഉറക്കെ പ്രഖ്യാപിച്ച മദ്യം കുടിക്കുന്നത് സുന്നത്തായി വിതരണം ചെയ്യപ്പെട്ട ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലതാണെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അറിവില്ലായ്മ കൊണ്ട് മനുഷ്യന്റെ ഈമാൻ തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാണ് പറഞ്ഞത്, ബാദിറു ബിൽ അഅമാലി ഫിതനൻ ഖത്ഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. അന്ത്യനാൾ വരുമ്പോൾ വലിയ ഫിത്നകൾ വരും, ഈമാൻ തെറ്റിച്ചു കളയുന്ന ഫിത്ന. ആ ഫിത്നകൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജാഗരൂകരായി സൽക്കർമ്മത്തിൽ ഏർപ്പെടുവേ. ആ ഫിത്നയുടെ സ്വഭാവം ഇരുളുമുറ്റിയ രാത്രിയുടെ നിമിഷങ്ങൾ പോലെയാ. മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക്. യുസ്ബിഹു الرجل മുഅ്മിനൻ വയുംസി കാഫിറാ. പ്രഭാതത്തിൽ അവനൊരു സത്യവിശ്വാസിയാണ്, പ്രദോഷത്തിൽ വൈകുന്നേരമാകുമ്പോൾ അവനൊരു അവിശ്വാസിയായി മാറിപ്പോയി. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. വൈകുന്നേരം അവനൊരു വിശ്വാസിയാണ്, നേരം വെളുക്കുമ്പോഴേക്ക് അവനൊരു അവിശ്വാസിയായി മാറിപ്പോയി. അപ്പൊ പരിശുദ്ധ ഇസ്ലാമിൽ തർക്കമില്ലാത്ത സുന്നത്തുകളെ, ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത സുന്നത്തുകളെ, ലോകത്ത് ഏറ്റവും വലിയ തെറ്റായി പഠിപ്പിക്കപ്പെട്ട മദ്യപാനത്തെക്കാൾ മോശമാണെന്നും മദ്യപാനം നല്ലതാണെന്നും പറയുന്ന ഒരാശയം കൊണ്ടുവന്നാൽ ആ ആശയം പുത്തൻവാദമല്ലയോ, അത് ബിദ്അത്തല്ലയോ, അത് മനുഷ്യനെ ഈമാൻ നശിപ്പിക്കുന്ന ആശയമല്ലയോ? പണ്ഡിതന്മാരുടെ കർത്തവ്യം എന്താണ്? പണ്ഡിതന്മാരുടെ കർത്തവ്യം അല്ലാഹുവിന്റെ ദീൻ, ആ ദീന് കേടുവരാതെ ദുർവ്യാഖ്യാനക്കാരുടെ ദുർവ്യാഖ്യാനങ്ങൾക്ക് നിലനിൽപ്പില്ലാതെ എന്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് ജനങ്ങളെ ആത്മാർത്ഥമായി പടച്ചവന്റെ പൊരുത്തം കരുതി ബോധ്യപ്പെടുത്തലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു. ഞാൻ ഈ പഠിപ്പിക്കുന്ന അറിവ് അത് ഓരോ കാലഘട്ടത്തിലും അതിന് പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് നീതിമാന്മാരായ ആളുകൾ അത് വഹിക്കുകയാണ്. യംഫൂനു തഹരീഫൽ ഖാലീൻ വന്തിഹാലൽ മുബ്തിലീൻ വതഹ്ദീലൽ ജാഹിലീൻ. വിവരമില്ലാത്തവർ നൽകുന്ന ദുർവ്യാഖ്യാനങ്ങളെ, അതേ നിരർത്ഥകമായ വാദക്കങ്ങൾ കൊണ്ടുവരുന്ന വാദങ്ങളെ, അതുപോലെ അതാ അതിരി കവിഞ്ഞ വാദങ്ങൾ ഉന്നയിച്ച് തീവ്രവാദവും ഭീകരവാദവും വർഗീയവാദവും ഒക്കെ മുസ്ലിം യുവാക്കളുടെ മനസ്സിൽ കൊണ്ടുവരുന്നവരുടെ തീവ്രമായ ആശയങ്ങളെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്ത് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളുടെ ഡ്യൂട്ടി വളരെ വലുതാണ്. ആ ആലിമീങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചെറിയ മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഇൽമ് അത് വിതരണം ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സെന്റർ സ്ഥാപിച്ചത് കൊണ്ട് ഉള്ളത് എന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സെന്ററിന് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹായിക്കുന്നവർ എല്ലാവരും അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ നിമിത്തമാകുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അർഹമുർ റഹീമീനായ റബ്ബ്
ധാരാളം പ്രവർത്തനങ്ങൾ നടത്താനും ഇത് വളരെ വികസിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുപോകാനും ഇതിന്റെ പ്രവർത്തകർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചു, 5 വക്ത് കൃത്യമായി നിസ്കരിച്ചു, പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചു, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും ഖുർആൻ പാരായണം ചെയ്തു, ചുരുങ്ങിയതൊരു 100 സലാത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ദിവസേന ചൊല്ലി. എത്രയോ സലാത്ത് ചൊല്ലുന്നവരുണ്ട്, നല്ലതാണ്. പക്ഷെ അതിങ്ങനെ വിളിച്ച് പറയണ്ട. ഇപ്പൊ ഒരു പുതിയ പരിപാടി, ഞാൻ 1,00,000 സലാത്ത് ചൊല്ലി, ഞാൻ 20,00,000 സലാത്ത് ചൊല്ലി, ഇങ്ങനെ വിളിച്ച് പറയാം. അതിന്റെ ആവശ്യമില്ല. നമ്മളില്ല സലാത്തിന്റെ എണ്ണം എന്തിനാ വേറുള്ളവരോട് പറയും? അത് നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. സലാത്ത് എത്രയും വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. ചുരുങ്ങിയതൊരു 100 സലാത്ത്, എല്ലാവരും ഒരു 3 സലാത്ത് ബാച്ചിൽ നോക്കിയിട്ട് ചെല്ലണം. എത്ര സമയം വേണം ആ സലാത്ത് ചെല്ലാൻ ഇതും കൂടി മനസ്സിലാക്കാൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് 3 സലാത്ത്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. എത്ര സെക്കൻഡായി ഒരു സലാത്തിന്? എല്ലാവരും ബാച്ച് വെക്കണമെന്ന് പറഞ്ഞു. എല്ലായിടത്തും ബാച്ചില്ല. 4 സെക്കൻഡ്. 4 സെക്കൻഡ് കൊണ്ട് ഒരു സലാത്ത്. അതിൽ സലാത്തുണ്ട്, സലാമുണ്ട്, നബി തങ്ങളുടെ പേരിലുണ്ട്, കുടുംബത്തിന്റെ പേരിലുണ്ട്, സഹാബത്തിന്റെ പേരിലുണ്ട്. ഒരു സലാത്തില്ല 4 സെക്കൻഡ്, 10 സലാത്തില്ല 40 സെക്കൻഡ്, 15 സലാത്തില്ല 1 മിനിറ്റ്. അപ്പൊ ഒരു 100 സലാത്തി എല്ലാം എത്ര മിനിറ്റ് വേണം മോനെ? ചുരുങ്ങിയത് 7-8 മിനിറ്റ്. എന്നാ വേണ്ട 10 മിനിറ്റ് കൂട്ടിക്കോ. ഒരു ദിവസത്തിന് എത്ര മണിക്കൂറാ? 24. ഒരു മണിക്കൂറിന് എത്ര മിനിറ്റാ? 60 മിനിറ്റ്. അപ്പൊ എത്ര മിനിറ്റ് ഉണ്ട് ഒരു ദിവസം? അതിലൊരു 10 മിനിറ്റ് നമ്മൾ ഏറ്റവും പ്രിയം വെക്കുന്ന മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ ഒരു 10 മിനിറ്റ്. ചെറുപ്പക്കാരെ മാറ്റി വെക്കണം, കാരണവന്മാര് മാറ്റി വെക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മാറ്റി വെക്കണം. ഒരു 10 മിനിറ്റ്, ഒരു 100 സലാത്ത്. ഇതുപോലെ കഴിയുമെങ്കിൽ വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അതിൻ്റെ എത്ര ബഹുമാനമാണ് സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളത്. 100 പ്രാവശ്യം രാവിലെ ചെല്ലാൻ ആകെ 10 മിനിറ്റ് വരെ. ഇതുപോലെ എത്ര ദിക്റുകളുണ്ട് നമുക്ക് ചൊല്ലാൻ, എത്ര ആയത്തുകളുണ്ട് നമുക്ക് ഓതാൻ. ഞാൻ മിനിഞ്ഞാന്ന് കുട്ടികൾക്ക് മിസ്കാത്ത് ഓതി കൊടുത്തതാണ് സൂറത്തുൽ ഹസ്റിന്റെ അവസാന ഭാഗം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അത് അവസാനം വരെ ചുരുങ്ങിയ ആയത്താണ്. അത് അല്ലാഹുവിന്റെ മഹത്വങ്ങളും പേരുകളും പറയുന്ന ആയത്താണ്. അത് രാവിലെ ഒരാൾ ഓതിയാൽ വൈകുന്നേരമാകുന്നതിലിടക്ക് മരിച്ചാൽ സ്വർഗത്തിൽ കടക്കാൻ നിമിത്തമാണ്. വൈകുന്നേരം ഓതിയിട്ട് നേരം വെളുക്കുന്നതിലിടക്ക് മരിച്ചാൽ സ്വർഗത്തിൽ കടക്കാൻ നിമിത്തമാണ്. അങ്ങനെ ഹദീസിൽ വന്ന വലിയ വലിയ ധാരാളം മഹത്വമുള്ള ദിക്റുകളുണ്ട്. അത് ഏകദേശവും ഒരുമിച്ച് കൂട്ടി മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ ഒരുമിച്ച് കൂട്ടിയ സമാഹാരത്തിന്റെ പേരാണ് ബിർദുൽ ലത്തീഫ്. ബിർദുൽ ലത്തീഫ് എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ അതിലേകദേശവും ഹദീസിൽ വന്ന ദിക്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യന് ഈമാനോടെ മരിക്കാൻ ആവശ്യമായ ദിക്റതിലുണ്ട്. മുസീബത്തുകളിൽ നിന്ന് കാവൽ നേടാനുള്ള ദിക്റതിലുണ്ട്. ദോഷം പൊറുപ്പിക്കാനുള്ള ദിക്റതിലുണ്ട്. അതേ ഏത് പ്രശ്നങ്ങളെയും ഏത് വിഷത്തെയും നേരിടാനുള്ള അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടൊരു ചരിത്രം. ഖുതുബിത്തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കാലൊന്ന് കുടയുന്നു. വീട്ടിലെത്തിയപ്പോൾ പറയുന്നു,
അല്ലെങ്കിൽ അവിടെയാണോ താമസമുള്ളത്, എവിടെയാണോ പോയിരുന്നത്, അവിടെ എത്തിയപ്പോൾ പറയുന്നു, ഞാൻ വഴിക്ക് വെച്ച് എൻ്റെ കാല് കുടഞ്ഞിട്ടുണ്ട്, അതെന്നെ ഒരു പാമ്പ് കടിച്ചപ്പോഴാണ്. ആ പാമ്പ് അവിടെ ചത്ത് വീണിട്ടുണ്ടാകും, നിങ്ങൾ ചെന്നു നോക്കൂ, എനിക്കൊന്നും സംഭവിക്കൂല. എന്തേ കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവസ് സമീഉൽ അലീം. ആ ദിക്റിനെ പഠിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലിയവന് വിഷം തീണ്ടൂല, ഒന്നും ശല്യം ചെയ്യൂല. അതുകൊണ്ട് എനിക്ക് വിഷം കേറൂല. ഞാൻ ഹദ്ദാദ് ഓതിയിട്ടുണ്ട്, ഞാൻ ആ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കൂല. ആ പാമ്പൊരു പക്ഷേ അതിന്റെ വായിലേക്ക് വന്ന വിഷം കൊണ്ടത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. ചെന്ന് നോക്കൂ. ചെന്ന് നോക്കുമ്പോ പാമ്പ് ചത്തിട്ടുണ്ട്, ഖുതുബിത്തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം കുട്ടിക്കാലത്ത് ഞാൻ കേട്ടത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള എല്ലാ ദിക്റുകളും കൂടി സമാഹരിച്ചതാണ്. വിറുദുൽ ലത്തീഫ് രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ വളരെ നല്ലതാണ്. ഞാൻ ഈ അടുത്ത് സിറാജുൽ ഹുദയിലെ ദേവാ കോളേജിലെ മുത്തഅല്ലിമീങ്ങളോടും ശരീഅത്ത് കോളേജിലെ മുത്തഅല്ലിമീങ്ങളോടും സുബ്ഹിന് ശേഷം അത് പതിവാക്കാൻ പറഞ്ഞ് അതിപ്പോൾ അവിടെ ചൊല്ലി വരാറുണ്ട്. ഞാനിത് പറഞ്ഞത് സുഹൃത്തുക്കളെ, അള്ളാഹുവിന് ദിക്റുകൾ കൊണ്ടുവരണം, നബി തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കണം, പരിശുദ്ധ ഖുർആനിൽ നമ്മൾ അല്പമെങ്കിലും ഓതണം, കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം, അതുപോലെ ഉമ്മ ബാപ്പമാരെ ബഹുമാനിക്കണം, ആദരിക്കണം, അനുസരിക്കണം, അതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, അയൽവാസികൾ ഏത് മതക്കാരായാലും അവരോട് സൗഹാർദ്ദം പങ്കിടുകയും അവർക്ക് കുടുംബ ബന്ധം ചേർക്കണം. അതുപോലെ നാട്ടിലുള്ള കാരണവന്മാരെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണം. പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്, പണ്ഡിതന്മാരെ ആദരിക്കണം, സയ്യിദന്മാരെ ബഹുമാനിക്കണം. അങ്ങനെ ഒരു ശരിയായ മുസ്ലിമിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരം ലഭിക്കുകയല്ലാതെ ഉപദ്രവമുണ്ടാകരുതെന്ന ബോധത്തോടുകൂടെ ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആഖിറു സമാനായി പോയി, അന്ത്യനാളടുത്തുപോയി. ഞാനൊരു കല്യാണ വീട്ടിൽ പോയി. സുബ്ഹാനല്ലാഹ്, ആ കല്യാണ വീട്ടിൽ ഞാൻ ചെന്നപ്പോ വല്ലാത്ത സങ്കടം തോന്നി. അന്യപുരുഷനായ വ്യക്തിയുടെ സമീപത്ത്, അദ്ദേഹം സുബ്ഹാനല്ലാഹ് വിദേശത്ത് നിന്ന് വന്ന ഒരു അറബിയാണ്. ആ അറബിന്റെ സമീപത്ത് പലരും പെങ്ങളെയും മരുമക്കളെയും അതുപോലെ ബന്ധപ്പെട്ടവരെയും ഭാര്യമാരെയും അറബിയുടെ പരിചയമുള്ള ആളുകൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അറബിക്ക് കൈ കൊടുക്കാൻ ഉമ്മയോട് പറയുന്നു, പെങ്ങളോട് പറയുന്നു, അറബിക്ക് കൈ കൊടുക്കുന്നു. അറബിയുടെ സമീപത്ത് യുവതികളിൽ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, നമ്മുടെ നാടിത്രയും മതപ്പതിച്ചല്ലോ അല്ലാ. എത്ര അന്യപുരുഷന്മാരുമായി കൂടിക്കലരുന്നതിനോ, അന്യപുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനോ, അന്യപുരുഷന്മാരെ ടെലിഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ അന്യ സ്ത്രീകളെ വിളിച്ച് ശല്യം ചെയ്യുന്നതിനോ, കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നതിനോ, കാണുന്ന പെണ്ണിനെയും കൂട്ടി നടക്കുന്നതിനോ ഒരു ലക്കും ലഗാനുമില്ലാതെ അതാ കുടിക്കാൻ വെള്ളം തന്ന രാജാവിനെ, കഴിക്കാൻ ഭക്ഷണം തന്ന രാജാവിനെ, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന രാജാവിനെ, കാണാൻ കണ്ണ് തന്ന രാജാവിനെ, കേൾക്കാൻ കാതു തന്ന രാജാവിനെ, ചിന്തിക്കാൻ മനസ്സും സംസാരിക്കാൻ നാവും തന്ന രാജാവിനെ ഓർമ്മിക്കാതെ, അവനെ ഭയപ്പെടാതെ, അവന്റെ കോടതി ഓർമ്മിക്കാതെ ഇഷ്ടാനുസരണം ജീവിക്കാൻ സ്ത്രീകളും പുരുഷന്മാരും ഒരുങ്ങുന്നൊരു കാലം പണം കയ്യിലുണ്ട് എന്നതല്ലാതെ മറ്റെന്തെങ്കിലും ഇതിനടിസ്ഥാന കാരണമുണ്ടോ? അതുകൊണ്ട് പറയട്ടെ,
ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ എന്റെ സമീപത്ത് കൊണ്ടുവന്നു. ആ കുട്ടിക്കൊരു മാരകമായ രോഗമുണ്ടെന്ന് പറഞ്ഞു. റബ്ബേ, ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഏത് പ്രായത്തിലുള്ള വ്യക്തികൾക്കും ഏത് രോഗവും വന്ന് പിടികൂടുന്നത് കാണുന്നില്ലേ? 10ഉം 20ഉം 22ഉം വയസ്സുള്ളവർ മറിഞ്ഞു വീട് മരിക്കുന്നത് കാണുന്നില്ലേ? യുവതികൾ പെട്ടെന്ന് രോഗം വന്ന് മരിക്കുന്നത് കാണുന്നില്ലേ? മരിക്കുമ്പോഴും ഈമാനോടെ മരിക്കണ്ടയോ? മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ സന്തോഷത്തോടെ കിടക്കണ്ടയോ? അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന സമയം വന്നാൽ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടേണ്ടയോ? ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ്സഈർ എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും അതാ വേർപിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ വഴിയിലെത്തണ്ടയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ ചെറിയ കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ തടിയിച്ചക്ക് വഴിപ്പെട്ടും ശൈത്താനിന് വഴിപ്പെട്ടും ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം നയിക്കുന്നതിന് പകരം അള്ളാഹുവിനെ ഭയപ്പെട്ടും അവനെ സ്നേഹിച്ചും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത രീതി പഠിത്തപോലെ അതനുധാവനം ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളും മഹാന്മാരും പഠിപ്പിച്ച വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ടിരിക്കും. മഹാനായ ഖുതുബിത്തങ്ങളെ സംബന്ധിച്ച് പല സംഭവങ്ങളും ഞാൻ മുൻഗാമികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കുറ്റിയാടിയിൽ ഖുതുബിത്തങ്ങൾ ഒരു നിക്കാഹിന്റെ സദസ്സിൽ വന്നു. നാദാപുരത്ത് ഒരുപാട് കാലം ഖുതുബിത്തങ്ങൾ ദർസ് നടത്തിയിട്ടുണ്ട്. പാനൂരിൽ ദർസ് നടത്തിയിട്ടുണ്ട്. അന്ന് കുറ്റിയാടിയിൽ വന്നപ്പോ ഒരു നിക്കാഹിന്റെ സദസ്. ആ നിക്കാഹിന്റെ സദസ്സിൽ മഹാനവറുകളുടെ മുൻഗാമികളിൽ നിന്ന് കാണാത്ത ഒരു പുതിയ രീതി നിക്കാഹിന്റെ സദസ്സിൽ കണ്ടപ്പോൾ ഊട്ടിക്കൊണ്ടുവന്ന ഒരു മുതലാളിയെയും വകവെക്കാതെ മഹാനവറുകളുടെ വടിയും എടുത്ത് അല്ലെങ്കിൽ കൊടയും എടുത്ത് ഇറങ്ങി അങ്ങോട്ട് പോയി. ധീരതയോടെ ഇറങ്ങിപ്പോയി. കാരണം കുറ്റിയാടിയിൽ പുത്തനാശയങ്ങൾ വളരുന്ന ഒരു കാലമായിരുന്നു അത്. കുറ്റിയാടിയിലെ മക്ബറ 964 അടിച്ച് തകർത്ത് കളഞ്ഞത്. 945 കാലത്താണ് കുറ്റിയാടിയിൽ അറബിയിലുള്ള ജുമഅ മാറ്റിയിട്ട് മലയാള ജുമയാക്കി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചത്. മക്കയിലും മദീനയിലും ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന ജുമഅയുടെ 2 ബാങ്ക് നിർത്തിയിട്ട് ഒറ്റ ബാങ്കാക്കി മാറ്റിയത്. മക്കയിലും മദീനയിലും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന 20 റക്അത്ത് തറാവീഹ് കട്ട് ചെയ്ത് 8 മാറ്റിയത്. ഒരു സഹാബിക്കും തർക്കമില്ലാതെ സഹാബികൾ കാണിച്ചു തന്ന മരിച്ച മയ്യത്തിന്റെ പേരിലുള്ള ഭക്ഷണം നിർത്തിവെച്ചത്, മരിച്ച മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നത് നിർത്തിവെച്ചത് 940 ശേഷമാണ്. അങ്ങനെ ഒരു കാലഘട്ടം കുറ്റിയാടിയിൽ കഴിഞ്ഞു പോയിരുന്നു. അതിൻ്റെ നാമ്പെടുക്കുന്ന കാലത്താണ് ഖുതുബിത്തങ്ങൾ അവിടെ നിന്നൊരു കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സംഭവം ഒരു മൗലവി എഴുതി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അന്നത്തെ കാലഘട്ടം SSF-ലായിരുന്നു, SYS-ലായിരുന്നു, സുന്നി സംഘടനകൾക്ക് ശക്തിയില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് ഇറങ്ങിപ്പോകാനേ കഴിയൂ, പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം അന്ന് സംഘടനാ ശക്തിയില്ല. അന്ന് മഖ്ബറ പൊളിച്ചു പോയപ്പോൾ ഒരു പാവപ്പെട്ട കുറച്ചാൾ ഒരു നോട്ടീസ് ഇറക്കി, വേറൊന്നും ചെയ്തില്ല. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, ഞാൻ SSF-ന്റെ തലശ്ശേരി താലൂക്കിലെ പ്രവർത്തകനായിരുന്ന കാലത്ത് സ്റ്റേഡിയം പള്ളിയിലുള്ള 2 ഖബർ അവിടെയുള്ള പുത്തൻവാദികൾ പൊളിച്ചു കളഞ്ഞു. അപ്പൊ അവിടുത്തെ SSF-ന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചു, പ്രശ്നം ഉണ്ടാക്കും. അപ്പോ 2 ഖബറും അവർ രണ്ടാമതും ആദ്യമുള്ളതുപോലെ തന്നെയാക്കി മാറ്റിയിട്ട് അന്ന് പ്രബോധനത്തിൽ ഒരു ലേഖനം എഴുതി, ഭരണമില്ലാതെ ഖബർ പൊളിക്കാൻ പോയാൽ, മഖബറുകൾ പൊളിക്കാൻ പോയാൽ സ്വയം ഖബറിനുള്ളിൽ പോകേണ്ട ഗതികേടുണ്ടാവും എന്ന് ഒരു ലേഖനം എഴുതിയത് ഞാനിപ്പോഴും വായിച്ചത് ഓർമ്മിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത്, ഇതുപോലെ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിലമ്പൂരിനടുത്ത്
ഒരു മക്ബറ രാത്രിയിൽ ആരും അറിയാതെ പുത്തൻവാദികൾ പൊളിച്ച് ഇറങ്ങി വരും പെട്ടത് SIന്റെ മുമ്പിലായി പോയി. ഞാൻ അവിടെ പോയി പ്രതിഷേധ പ്രസംഗം നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഖബർ വീണ്ടും കെട്ടിച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞു വന്നത്, മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്ന മാതൃകയിൽ നിന്നും മാർഗത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ തിരിച്ചു നടത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ അക്രമങ്ങളിലൂടെയാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് എറണാകുളത്ത് ഒരു പ്രസംഗത്തിന് പോയി. അപ്പൊ അവിടെ ഒരു കൂട്ടർ വന്നു. അവർ വന്ന സങ്കടം എന്താണെന്നറിയോ? അവിടെ ഒരു പള്ളി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ കൈവശപ്പെടുത്തിക്കണം. ഖബർസ്ഥാനിയും അവർ കൈവശപ്പെടുത്തി. ഖബർസ്ഥാനി കൈവശപ്പെടുത്തിയിട്ട് ചിലർ ഭീഷണി മുഴക്കാൻ. കുറ്റ്യാടിയിൽ ഞാൻ ഓലശെഡ് കെട്ടിയിട്ട് അറബിയിലുള്ള ഖുത്ബയും ജുമയും തുടങ്ങിയപ്പോ അവിടെ ജുമയ്ക്ക് വരുന്ന സാധുക്കളെ ചിലർ ഭീഷണിപ്പെടുത്തിയിരുന്നു, മരിച്ചാൽ മറമാടാൻ സമ്മതിക്കൂല. അപ്പൊ ഈ സാധുക്കൾ എന്നോട് വന്ന് പറഞ്ഞു, മരിച്ചാൽ മൈതാനിൽ മറമാടാൻ സമ്മതിക്കൂല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റാൽ മറമാടുന്ന കാര്യം ഞാൻ ഏറ്റിരുന്നു. മരിക്കുന്ന കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം, മറമാടുന്ന കാര്യം ഞാൻ ഏറ്റിരുന്നു. കാരണം ലോകത്തുള്ള എല്ലാ കോടതിയും ഒരുപോലെ വിധിച്ച വിധിയാണ്. ഖബർസ്ഥാനി ആർക്കും തടഞ്ഞു വെക്കാൻ പറ്റില്ല. എന്നാൽ മുഴുവൻ കോടതി വിധികളെയും ലംഘിച്ചുകൊണ്ട് എറണാകുളത്തിനടുത്ത് ഒരു സ്ഥലത്ത് നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകന്മാർ ബാപ്പ മരിച്ചിട്ട് ഖബറിൽ കൊണ്ടുപോയി വെച്ച് ഒരു പ്രവർത്തകൻ തെൽക്കീൻ ചൊല്ലിയവരെ പുത്തൻവാദികൾ വന്ന് പൊതിരയെ തല്ലി അടിച്ചു, നന്നായി അടിച്ചിട്ട് നമ്മുടെ പ്രവർത്തകന്മാരുടെ പേരിൽ കേസ് ചുമത്താൻ വേണ്ടിയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടത് ചെയ്യണം എന്ന് 2 ദിവസം മുമ്പ് എറണാകുളത്ത് വെച്ച് എന്നോട് പറഞ്ഞു. ഞാനിത് പറഞ്ഞു വരുന്നത്, ചിലർ ചോദിക്കും, എന്തിനാ SSF, എന്തിനാ SYS? നമ്മുടെ രാജ്യത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നിലനിർത്തി ജീവിക്കണമെങ്കിൽ സംഘടനാ ശക്തി വേണം. ചിലർക്കത് മനസ്സിലാവൂല. എന്തിനാ സംഘടനാ ശക്തി എന്ന് മനസ്സിലാവൂല. അവർ ചിലപ്പോ 10 തസ്ബീഹ് ചൊല്ലുമ്പോഴേക്ക് ഞങ്ങളാണ് ഏറ്റവും വലിയ ആളുകൾ എന്ന് കിബറും കൊണ്ട് ഇങ്ങനെ നടക്കും. കാരണം കുറച്ച് തസ്ബീഹോ ദിക്റോ ചെല്ലുമ്പോഴേക്ക് അതിലപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിച്ച് നടക്കും. സംഘടനയൊക്കെ തള്ളിപ്പറയും. അവർക്ക് ദീൻ എങ്ങനെ നിലനിർത്തണമെന്ന് അറിയാത്തവരാണ്. അള്ളാഹു അവർക്കും പുറത്തു കൊടുക്കട്ടെ, അവരെയും അള്ളാഹു നന്നാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, SYSന്റെ പ്രവർത്തനം, SSFന്റെ പ്രവർത്തനം ഒരിക്കലും മറ്റൊരാളെ ചീത്ത പറയാനോ കുറ്റം പറയാനോ നശിപ്പിക്കാനോ അക്രമം ചെയ്യാനോ ഉള്ളതല്ല, ദീൻ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഈ സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും. ഇവിടെ പ്രവർത്തനം ദീനി ക്ലാസുകൾ കൊടുക്കലാണ് പ്രധാനമായ ഉദ്ദേശം എന്ന് പറഞ്ഞു. അല്ലാഹു തആല അതൊക്കെ നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ തൗഫീഖും ഇതിന്റെ പ്രവർത്തകന്മാർക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ദൂരെ നിൽക്കുന്നവരൊക്കെ അടുത്തേക്ക് വരണം. ഇനി ആരാ പ്രസംഗിക്കാനുള്ളത്? ആരുമില്ല. ദൂരെ നിൽക്കുന്നവരൊക്കെ അടുത്തേക്ക് വരണം. നമുക്ക് ദുആ ചെയ്യണം, എന്നിട്ട് പിരിയണം. ദൂരെ നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് വരണം. നമുക്ക് ഖുതുബിത്തങ്ങളുടെ പേരിലും അവരുടെ ഗുരുനാഥന്മാരായ മഹത്തുക്കളുടെ പേരിലും നമ്മെ വിട്ട് പിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങളുടെ പേരിൽ, മുഴുവൻ സാലിഹീങ്ങളുടെ പേരിൽ, മുഴുവൻ ഞാൻ ചെറിയൊരു അസുഖമുണ്ട് ഈ കൈക്ക്. അതുകൊണ്ട് പലരും കൈ നീട്ടിയപ്പോൾ അവർക്ക് വലത്തേ കൈ കൊടുത്തിട്ടില്ല, ഇടത്തേ കൈയാ കൊടുത്തത്. ചിലർക്കൊരു ബെരലാ കൊടുത്തത്. ആരും തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഇയാൾ എന്തിപ്പോ കൈ കൊടുത്തുകൂടാത്തൊരു മനുഷ്യൻ വിചാരിക്കണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ നല്ല വിചാരിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വിടക്ക് വിചാരിക്കാൻ വേഗം ശൈത്താന്റെ ഭായി. അത് പറഞ്ഞതാണ്, ഈ ചെറിയൊരു അസുഖം. അതുകൊണ്ട് നിങ്ങളോടൊക്കെ നല്ല സംഭാവന കയ്യിൽ വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സംഭാവന വാങ്ങുമ്പോൾ വേദനയാവും എന്നുള്ള പേടിയുണ്ട്. വന്നപ്പോ മെസ്സി പറഞ്ഞു, ഇതൊക്കെ കൂടി ഉണ്ട്, തലഞ്ചൂർ കടമുണ്ട്, ഞാൻ എടുത്തു മാറ്റിയിട്ടുണ്ട്. കടത്തേക്കാൾ വെയിറ്റുള്ള, കടത്തേക്കാൾ ഭാരമുള്ള
ഒരു സാധനവും ഞാനില്ല. ഈ കണക്ക് കടക്കാൻ വേണ്ടി വിചാരിച്ച് വാങ്ങി ഒരു കടം വലിയ വെയിറ്റ്. താമസിക്കുന്ന സ്ഥലത്ത് ഫാന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോ പലരും ഫാന് കൊടുത്തു എന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കും നമുക്കും ഖബറിൽ സന്തോഷം നൽകട്ടെ, ഖബറിൽ ചൂട് നൽകാതിരിക്കട്ടെ, സ്വർഗത്തിൽ അവരെയും നമ്മയും ദീനിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടെ വന്നപ്പോൾ അന്ന് ഏറ്റ സംഖ്യ ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചവരുണ്ട്. സിറാജുലിലേക്ക് സംഖ്യ തന്നവരുണ്ട്, പലവരും നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കും നമുക്കും ഉദ്ദേശിച്ച ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല വലിയ ഫലം സിറാജുൽ. ഈ പാനൂരിനടുത്ത് മാക്കൂൽ പീടിയലുണ്ട് ഒരു നമ്മുടെ മക്കയിലുള്ള അലിഹാജി. അദ്ദേഹം മക്കയിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ മൊയ്തു ഹാജിയെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, മൊയ്തു ഹാജിയുടെ മകള് ഏർപ്പിന് കടിച്ചു പിടിച്ച് മുടി ചെയ്യുന്ന സമയത്ത് ഏർപ്പിന് വിഴുങ്ങി ചെറുകുടലിലെത്തിപ്പോയി. ഡോക്ടർമാർ വലിയ പ്രയാസം പറഞ്ഞപ്പോൾ സിറാജുല്ലുദിലേക്ക് ഒരു സംഖ്യ നേർച്ചയാക്കി. കുറഞ്ഞ സമയം കൊണ്ട് ആ ഏർപ്പിന് കയറി വന്ന് വായിലൂടെ അങ്ങോട്ട് പുറത്തുപോയി. ഡോക്ടർമാർക്ക് എന്നെ വലിയ അത്ഭുതം. അങ്ങനത്തെ എത്ര സംഭവങ്ങൾ അനുഭവിച്ചവർ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു തആല ആ സ്ഥാപനത്തിലാണ് എല്ലാ ബർക്കത്തും അള്ളാഹു നിലനിർത്തിത്തട്ടെ. ഒരു ഫാൻ്റെ പൈസ ഉസ്താദ് ഏറ്റിരുന്നു, അതിപ്പോ ഏൽപ്പിച്ചതാണ്. നേരത്തെ മുഹമ്മദ് വന്നപ്പോ ഏറ്റ കാര്യം ഇപ്പൊ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത് സിറാജുലുദിലേക്ക് പൈസ തരാനല്ല. സിറാജുലുദിക്ക് അള്ളാഹു തന്ന മഹത്വം ഇൽമു പഠിപ്പിക്കുന്നു എന്നുള്ള മഹത്വമാണ്. അല്ലാതെ കോൺക്രീറ്റ് ബിൽഡിംഗ് എല്ലാവരുടെയും പൂഴി ഒന്ന് തന്നെയാണ്, മെറ്റൽ ഒന്ന് തന്നെയാണ്, കമ്പി ഒന്ന് തന്നെയാണ്. അതിനല്ല മഹത്വം, ഇൽമു പഠിപ്പിക്കുന്നില്ല. ഈ സ്ഥാപനം ഇൽമു പഠിപ്പിക്കലാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. അതിന്റെ കടം വീടണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. എത്ര വേഗം കഴിയും. 5 ലക്ഷം റുപ്യ ഇപ്പോ തരാൻ വിചാരിച്ചാൽ ഒരാൾ 1 ലക്ഷം, ഒരാൾ 50,000, ഒരാൾ 25,000, ഇങ്ങനെ ഓരോരുത്തർ, ഒരാൾ 10,000, ഒരാൾ 5,000 ഇങ്ങനെ തന്നാൽ ഇതിന്റെ കടം വീട്ടിയിട്ട് നമുക്ക് സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന. ആരോ ഒരു തുടക്കം കുറിക്കുക, ഒരു കസേര എടുക്കണം. നിങ്ങൾ കുറേരായി ഇരിക്കുന്നു, ഞാൻ കുറേരായി നിൽക്കുന്നു, അവർ കുറച്ചു നേരം ഞാനും ഇരിക്കട്ടെ, എന്നോട് ക്ഷമിക്കണം. അള്ളാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. 7 മണിക്കൂർ ഒറ്റ നൃത്തത്തിൽ പിലാത്തറേന്ന് വേദ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പൊ അത് നടക്കൂല, കാലം കഴിഞ്ഞു പോയി. ആരാ ഒരു തുടക്കം പറയാ? നല്ല നീയത്തോടെ സ്വർഗം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് പറയും.